Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ അല്ലേ? കഴിഞ്ഞ വീക്ക് ഇല്ല മാം. ലീവ് ആയിരുന്നില്ല, അവധി ആയിരുന്നില്ലേ, നമുക്ക് ഹോളിഡേ ആയിരുന്നില്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധിയായിരുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? യെസ് മാം. മാമിന് സുഖാണോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഒരു യാത്രയിലായിരുന്നു 2 ദിവസം. ഇന്നലെ വന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററില് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയോ ഇത്? വായിച്ചോ? റിപ്ലൈ ഇല്ലല്ലോ ചോദിച്ചിട്ട്. നോക്കിയായിരുന്നു അല്ലേ? ഇത് നമുക്ക് നോക്കാനുള്ളത് ഓഫീസ് അറ്റൻഡൻസ് ആണ് കേട്ടോ. ഓഫീസിലെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓഫീസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓഫീസിലുള്ള സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നില്ല? നോട്ട് കാണുന്നില്ലേ? യെസ് മാം. ഓക്കെ, ആദ്യം തന്നെ നോക്കി നിങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഫുൾ പ്രസന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് ആ ഒരു സിമ്പിള്, ക്രോസ് സിമ്പിള് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുൾ പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഒരു ഡേ ഫുൾ ആയിട്ട് പ്രസന്റ് ആണെങ്കിൽ ആ ഒരു ഇതിനെ സിംബലൈസ് ചെയ്യാനായിട്ട്, അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ക്രോസ് ചിഹ്നം എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറ്റൻഡൻസ് ബുക്ക് കണ്ടിട്ടുണ്ടോ? ജ്യോതി കണ്ടിരിക്കുമല്ലോ അല്ലേ? ജ്യോതി യെസ് മാം. നിങ്ങൾ ഇങ്ങനെ തന്നെ അറ്റൻഡൻസ് ഇടാറ്. ഇങ്ങനെയല്ലേ? എങ്ങനെയാ ഇടാറ്? പിന്നെ ക്രോസ് ആയിട്ട് തന്നെ. ക്രോസ് ആയിട്ട് തന്നെ അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത നോക്കിയേ, മോർണിംഗ് പ്രസന്റ്. മോർണിംഗ് പ്രസന്റ് എന്ന് പറഞ്ഞാല് മോർണിംഗ് മാത്രം പ്രസന്റ് ആയിട്ടുള്ളവർ കേട്ടോ. ചിലപ്പോ ഒരു ആഫ്റ്റർനൂൺ ചിലപ്പോൾ ലീവ് എടുത്ത് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കാം. അങ്ങനെയുള്ളവരെയാണ്, അങ്ങനെ ഉള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ ഡിനോട്ട് ചെയ്യാനാണ് ആ ഒരു സിമ്പിള് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതായത് എന്താണ്? ചരിച്ചിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഫുൾ പ്രസന്റ് ആണെങ്കിൽ ക്രോസ് ആണ് ചെയ്യുന്നത്. ഇത് മോർണിംഗ് പ്രസന്റ് ആണെങ്കിൽ ചരിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരു ലൈൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർനൂൺ പ്രസന്റ്. ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ തന്നെ ഓപ്പോസിറ്റ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്നത് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ദെൻ അടുത്തത് മോർണിംഗ് സ്പോട്ട്. മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോ രാവിലെ തന്നെ എന്താ പറയാ, ഇപ്പൊ 10 മണിക്കാണ് ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ വരുന്നതെങ്കിൽ 10 മണിക്ക് ചിലപ്പോ പ്രസന്റ് ആവാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോ ആ സമയത്ത്, അതായത് ആ ഒരു ടൈമിൽ ആ ഓഫീസ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കൂള് തുറക്കുന്ന ആ ഒരു സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ വരികയാണെങ്കിൽ അത് മോർണിംഗ് സ്പോട്ട് ആണ്. ചിലപ്പോൾ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് മോർണിംഗ് സ്പോട്ട് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഒരു സ്പോട്ട് ഉണ്ടാവും അവിടെ, അതായത് 2 സ്ക്വയർ ഉണ്ട് അതിനകത്ത് ഒരു സ്പോട്ട് അവിടെ എന്താ പറയാ, അടയാളപ്പെടുത്തും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ് കേട്ടോ. മോർണിംഗില് ആബ്സെന്റ് ആയിരിക്കും, ആഫ്റ്റർനൂണില് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അതായത് രാവിലെ ചിലപ്പോ എന്താണ് വരുന്നുണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജോലിക്കായിട്ട് വരുന്നത്. അങ്ങനെയുള്ളവരുടെ എന്താ പറയാ, ഇത് പ്രസൻസ് രേഖപ്പെടുത്താൻ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ ആഫ്റ്റർനൂൺ സ്പോട്ട്. ഓക്കെ, അതായത് ആഫ്റ്റർനൂൺ സമയത്ത് പോവുക, അതായത് ആഫ്റ്റർനൂണില് പ്രസന്റ് രേഖപ്പെടുത്തുമ്പോൾ ആള് ഉണ്ടാവാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ, ഇപ്പൊ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ പോകുമല്ലോ, ടീച്ചേഴ്സ് സ്റ്റാഫുകളൊക്കെ പോകുമല്ലോ. അപ്പോ ആ ഒരു വ്യക്തി ആ സമയത്ത് ഇല്ല, ഇപ്പൊ ഒരു 1:30 അല്ലെങ്കിൽ 2 മണിയാണ് വർക്കിംഗ് ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ആ ഒരു സമയത്ത് ഇല്ലാതിരിക്കുകയാണെങ്കിൽ, പുറത്തേക്ക് പോവുകയാണെങ്കിൽ, കുറച്ച് വൈകിയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ആഫ്റ്റർനൂൺ സ്പോട്ട് ആയിട്ടാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ്. മോർണിംഗിൽ പ്രസന്റ് ആയിരിക്കും, ആഫ്റ്റർനൂണിൽ ആബ്സെന്റ് ആയിരിക്കും. ഉച്ചവരെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെ
ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ ഡിനോട്ട് ചെയ്യാനാണ് ആ ഒരു അതായത് ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചിട്ട് 1 എന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ്. ഓക്കെ, ഇത് ലീവ് എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അതായത് മോർണിംഗിൽ ചിലപ്പോൾ സ്കൂള് വർക്കിംഗ് ആയിരിക്കാം, എന്നാൽ ഉച്ച കഴിഞ്ഞ് സ്കൂളില് മൊത്തത്തിലുള്ള ആളുകൾക്ക് ലീവ് കൊടുത്തിട്ടുണ്ടാകാം. ഓക്കെ, ഇപ്പൊ എക്സാം ഒക്കെ നടക്കുമ്പോ എന്താണ്, രാവിലെ ആയിരിക്കുമല്ലോ എക്സാം നടക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികളും അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകും അല്ലെ. അപ്പോ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും എന്ത് കൊടുക്കുന്നു, ലീവ് കൊടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആബ്സെന്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇല്ലാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഡേ ആണ്, പക്ഷെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ ഇല്ലാതിരിക്കുന്നതാണ് ആബ്സെന്റ് എന്ന് പറയുന്നത്. ലീവ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഫുൾ ആളുകൾക്ക്, അതായത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ലീവ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി അതിന്റെ താഴെയിട്ട് നോക്കിയേ, മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ്. അതായത് മോർണിംഗില് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കാതിരിക്കുക, ഉച്ച കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അതാണ് മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫുൾ ഡേ ലീവ്. ഓക്കെ, ഫുൾ ഡേ ലീവ് എന്ന് പറയുമ്പോൾ അതായത് മൊത്തത്തില് അവധിയാണ്. ഇപ്പൊ ഒരു ഹോളിഡേ ഒക്കെ വന്നു, ഇൻഡിപെൻഡൻസ് ഡേ വന്നു, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ഒക്കെ വന്നു. ആ സമയത്തൊക്കെ എന്താ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അത് വേണ്ട, അത് ചിലപ്പോ ഇതാവും. കാരണം ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ എന്താണ്, സ്കൂള് കുറച്ചു നേരം പ്രവർത്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് പറ്റില്ല. ഓക്കെ, സോറി, അതെന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ്. അല്ലാതെ ഉള്ള എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്, അതുപോലെ മന്നം ജയന്തി, അങ്ങനെയുള്ള അതിനൊക്കെ എന്താണ് കുറെ ലീവ്സ് കൊടുക്കുമല്ലോ ഗവൺമെന്റ്. അപ്പോ ആ ദിവസങ്ങളിലൊക്കെ സ്കൂളുകൾ തന്നെ ഒട്ടും തന്നെ പ്രവർത്തിക്കില്ല, തുറക്കില്ല എന്ന് സ്കൂള്. അപ്പോ അതെന്താവും, ഫുൾ ഡേ ലീവായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫുൾ ഡേ ആബ്സെന്റ് ആണ്. ഓക്കെ, ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ഫുൾ ഡേ ആബ്സെന്റ് ആണെങ്കിൽ അതിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് എ എന്ന് പറയുന്നത് കേട്ടോ. സ്ക്വയറിൽ എ തന്നെ അവിടെ ഡിനോട്ട് ചെയ്യുന്നത്, ഫുൾ ഡേ ആബ്സെന്റ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സിമ്പിൾസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. ഓക്കെ, ജ്യോതിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ സ്കൂളുകളിൽ, അല്ലെങ്കിൽ സ്കൂളിലെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറ്റൻഡൻസിൽ എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ഞങ്ങൾക്ക് വന്നിട്ട് ഓരോ ടീച്ചറിന് ഇനീഷ്യൽ ഉണ്ടാവും. ഇനീഷ്യൽ വെച്ചിട്ടാണ് ഞങ്ങൾ സൈൻ ചെയ്യാറ്. അപ്പോ ഞങ്ങളുടെ പേര് രജിസ്റ്ററിൽ, അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരും പിന്നെ അതിന്റെ അതേ ഓർഡറിൽ ഞങ്ങൾ ഇനീഷ്യൽ ആണ് ചെയ്യുന്നത്. അപ്പൊ JU, എന്റെ JU എന്ന് പറഞ്ഞു വരും. ഇപ്പൊ സുനീത രവി എന്നുണ്ടെങ്കിൽ SNR, അങ്ങനെ ഇനീഷ്യൽ ആണ് വരിക. ഷോർട്ട് ഫോം ആയിട്ട് അതാണ് ഞങ്ങൾ സൈൻ ആയിട്ട് ചെയ്യാറ്. ചെയ്യാറല്ലേ? ഇനി വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായില്ലേ? പറഞ്ഞു തന്നപ്പോ മനസ്സിലായില്ലേ എന്താണെന്ന്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായി മാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അസൈൻമെന്റ് തരാം കേട്ടോ. ഈസിയാണ്, തരട്ടെ? അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? ഒരു 25 പേരുണ്ട് എന്ന് കൂട്ടുക. ഓക്കെ, ഒരു 25 ആളുകളുണ്ട്. അതായത് നിങ്ങൾ 25 പേര് നിങ്ങൾക്ക് പരസ്പരം അറിയാലോ. ഓക്കെ, അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒരു ബുക്ക് എടുക്കുക. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ, അതായത് ഓരോ ആളുകളുടെയും പേര് വെച്ചിട്ട് ഇപ്പൊ മുബീനയുണ്ട്, ഭാവനയുണ്ട്, അതുപോലെ തന്നെ ജ്യോതിയുണ്ട്, നിസിയുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട് അല്ലെ. ഇങ്ങനെ ഇപ്പൊ മുബീന എന്ന് പറഞ്ഞിട്ട്, അതായത് മുബീനയുടെ പേര് എഴുതിയിട്ട് ഫുൾ പ്രസന്റ് എന്ന് എഴുതുക. അതിനെ സിംബലൈസ് ചെയ്യുന്ന, അതായത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിള് വരയ്ക്കുക. അടുത്തത് ഭാവനയാണ്. ഭാവന മോർണിംഗ് പ്രസന്റ് ആണ്. അപ്പൊ ഭാവനയെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അറ്റൻഡൻസ് രജിസ്റ്ററിൽ എങ്ങനെയാണോ നമ്മളത് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ലൈൻസ് ഒക്കെ വരച്ച് കോളംസ് ഒക്കെ ആക്കി ഒരു ടേബിൾ പോലെ, അതായത് കുഞ്ഞു കുഞ്ഞു കോളംസ് ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് ചെയ്ത് നോക്കണം. അടുത്തത് വേറൊരു പേര് പറയുകയാണെങ്കിൽ ആരിഫ. ആരിഫ ആഫ്റ്റർനൂൺ പ്രസന്റ് ആയിരുന്നു. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്
ആ ഒരു സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 25 പേരുടെ പേരുകൾ എഴുതിയിട്ട് പലതരത്തിൽ എഴുതാം. ഫുൾ പ്രസന്റ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ എഴുതാം. അതായത് ഇപ്പൊ ഭാവന ഫുൾ പ്രസന്റ് ആവണമെങ്കിൽ ഭാവനയുടെ നേരെ ഫുൾ പ്രസന്റ് ആ ഒരു സിമ്പിൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. മുബീന മോർണിംഗ് പ്രസന്റ് ആണെങ്കിൽ മുബീനയുടെ പേര് എഴുതിയിട്ട് അതിന് നേരെ മോർണിംഗ് പ്രസന്റ് എന്ന ആ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? ഒരു 25 പേരുടെ എന്താ മനസ്സിലായില്ല, ഞാൻ ഇപ്പൊ കേറിയുള്ളൂ, അതുകൊണ്ടാ. ഇപ്പൊ കേറിയുള്ളല്ലേ? അതെ, ഞാനൊരു എന്താ പറയാ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 25 പേരുടെ പേരെടുത്തിട്ട് അതുപോലെ തന്നെ എഴുതുക. അതായത് ഓരോരുത്തരുടെയും ഇപ്പൊ മുബീന എന്ന് പറയുന്ന പേരെടുത്തു കഴിഞ്ഞാൽ മുബീന അന്ന് ഫുൾ പ്രസന്റ് ആയിരുന്നു. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുബീനയുടെ പേര് എഴുതിയിട്ട് അതിന് നേരെ ആ ഒരു സിമ്പിൾ ഫുൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ സിമ്പിൾ ഇട്ടിട്ട് അതൊന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഭാവനയാണ്. ഭാവനയുടെ പേര് എഴുതിയിട്ട് അതിന് നേരെ ഫുൾ പ്രസന്റ് ഇടേണ്ട ആവശ്യമില്ല, പിന്നെ ആ സിമ്പിൾ മാത്രം ഇട്ടാ മതിയോ? സിമ്പിള് മാത്രം ഇട്ടാ മതി. സിമ്പിള് മാത്രം ഇട്ടാ മതി കേട്ടോ. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് ആ സിമ്പിൾ ഉപയോഗിക്കുന്നത് നമ്മള്. ഓക്കെ, പ്രസന്റ് എന്നൊന്നും വേണ്ട, ആ സിമ്പിള് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ 25 പേരുടെ എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴാണ് ഈ മാസം ഒരു ലാസ്റ്റ് വീക്കിനുള്ളിൽ എന്ത് ചെയ്യുക, അതൊന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, എത്ര ദിവസത്തെ എഴുതണം മാം? എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളല്ലേ എഴുതുന്നത്, നിങ്ങൾക്ക് വേറെ വർക്കുകൾ ഉണ്ടല്ലോ. അധികം ദിവസത്തൊന്നും വേണ്ട. മാം ഒരു വീക്കിന്റെ എഴുതാം, അതാകുമ്പോ. ഒരു വീക്കിന്റെ മതി. ഒരു വീക്കിന്റെ അല്ലെങ്കിൽ 5 ദിവസത്തെ മതി. വീക്ക് വേണ്ട, 5 ദിവസം മതി. അധികം കട്ടിയുള്ളതൊന്നും തരുന്നില്ല. 5 ദിവസം കേട്ടോ, പ്രശ്നമില്ലല്ലോ. മാം, ഒരു ഡൗട്ട്, ഇത് നമ്മുടെ ഈ ഗ്രൂപ്പത്തെ ആണോ, ഈ ക്ലാസ് റൂമിലത്തെ ആളുകളുടെ ആണോ പ്രസന്റ് ഇടേണ്ടത്? എന്താണ്? ഈ ക്ലാസ് റൂമിലത്തവരുടെ ആണോ പ്രസന്റ് ഇടണ്ടേ? ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യണമെന്നോ? മനസ്സിലാവുന്നില്ല. പേരുകളാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ക്ലാസ്സിലത്തെ ആണോ പ്രസന്റ് ഒക്കെ ഇടണ്ടെന്ന് ചോദിച്ചേ. അങ്ങനെയില്ല, അത് നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ എനിക്ക് ഇവിടെ കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പ്രസന്റ് ഒന്നും നോക്കുന്നില്ല. ആ സിമ്പിള് ഓരോരുത്തരുടെയും കാണണം. അല്ലാണ്ട് ഇന്ന ആളുകൾ പ്രസന്റ് ആയിരിക്കണം ആബ്സെന്റ് ആയിരിക്കണം അങ്ങനെ ഒന്നുമില്ല. ഓരോ സിമ്പിള് നിങ്ങൾ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്, ആ സിമ്പിൾ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 25 പേരുടെ ഇത് തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെയുള്ള ആ കുട്ടികളുടെ എടുക്കണം എന്നില്ല, ഇഷ്ടമുള്ള പേരുകൾ എടുക്കാം. ഇഷ്ടമുള്ള പേരുകൾ ഉപയോഗിച്ചിപ്പോ അയൽപ്പക്കത്തെ പേരുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള തന്നെ പേരുകൾ ഉപയോഗിക്കാം. ആ സിമ്പിൾ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു പോവാനാണ്. കാരണം 1, 2, 3 ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഫുൾ പ്രസന്റ് മോർണിംഗ് പ്രസന്റിന്റെ സിമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ നാളെ ഇട്ടേക്കാം. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ. നാളെ ഉറപ്പ് പറയുന്നില്ല, മൺഡേ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ അത് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നേ. കണ്ടോ, യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കണ്ടോ നിങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോ കമ്മ്യൂണിക്കേഷൻ പേര് പോലെ തന്നെ നമുക്കറിയാം എന്താണ് ആശയവിനിമയം. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. അതായത് മറ്റുള്ളവരുമായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഓക്കെ, അത് പല രീതിയിലും ആവാം അല്ലെ. ഞാനിപ്പോ നിങ്ങളുമായിട്ട് എന്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? ഞാനും നിങ്ങളും തമ്മില് വീഡിയോ വഴി അല്ലെ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറയുന്ന ആ ഒരു മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഫോൺ ആകാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം. അങ്ങനെ പല മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? പരസ്പരം കാര്യങ്ങള് തുറന്ന് സംസാരിക്കാൻ അല്ലെ. ഒരു ഡിസ്കഷൻ മോഡിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും പോകുന്നത് അല്ലെ. അതായത് ആ ഒരു ചാപ്റ്ററിൽ നിന്നുകൊണ്ടല്ല, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ ഇമൻസ്ട്രായി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പോ അത് എന്ന് പറയുന്നത് എന്താണ്, കേവലം ഒരു ടീച്ചിങ് മാത്രമല്ല, മറിച്ച് അതിലൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കൂടി എന്ത് വരുന്നുണ്ട് അല്ലെ. അതായത് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാനുള്ളതും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങള് എന്നോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അതവിടെ നല്ലൊരു രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കേവലം നോളജ് മാത്രം പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരു പേഴ്സൺ അല്ല. ഓക്കെ, അതായത് ഒരു എന്താ പറയാ, പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം എന്താ പറയാ ക്ലാസ്സുകൾ എടുത്തു പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ ടീച്ചറെ കണക്കാക്കുന്നത്. മറിച്ച് സ്റ്റുഡൻസിന്, അതായത് ടീച്ചർമാരുടെ സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം ഇൻഫോർമേഷൻസ്, അത് പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു എല്ലാ കാര്യങ്ങളിലും, അതായത് അവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാനും അവരുടെ എന്താ പറയാ അവരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്, മറിച്ച് വേറെയും നല്ല നല്ല ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് മാത്രമല്ല ടീച്ചേഴ്സുമായിട്ടും മറ്റ് ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പാരന്റ്സുമായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിലുള്ള മറ്റാളുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ വിവരങ്ങൾ മാത്രം പറഞ്ഞു പഠിപ്പിക്കലല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ അറിവുകളും, ആ ടീച്ചർക്ക് എന്തൊക്കെ അറിവുകളുണ്ടോ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും എന്ത് തന്നെയാണ്, അതും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുമ്പോൾ, അതായത് നമ്മൾ പരസ്പരം എന്ത് ചെയ്യാണ്, അതായത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതില് ലാംഗ്വേജ് മാത്രമല്ല സിംബൽസും അതുപോലെ തന്നെ ഗസ്റ്ററും വരുന്നുണ്ട്. ഓക്കെ, ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷൻ ആണ്. ഓക്കെ, സിംബൽ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ചിഹ്നങ്ങളാണ്. അതായത് പരസ്പരം നമ്മൾ സംസാരിക്കുമ്പോൾ, പരസ്പരം ഭാഷ അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇന്ററാക്ഷനില് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. ഞാൻ നിങ്ങളോട് പല പല ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ. ഓക്കെ, അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ ചില ആക്ഷൻസും കാണിച്ചു തരാറുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഞാൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൈ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണത്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്താണ്, ഈ കൈ ഇങ്ങനെ ഇട്ട് ചലിപ്പിക്കുക, ഇതൊരു
ആക്ഷൻ ആണ്. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് ഞാനിപ്പോ ചോദ്യം ചോദിക്കുകയാണ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ സിംബൽസ്, പല സിംബലുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിഹ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ ചിലത് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലത് ചോദ്യങ്ങളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ചിലത് എക്സ്ക്ലമേഷൻ ആയിരിക്കും, ആശ്ചര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, എക്സ്ക്ലമേഷൻ ഉണ്ടാവും അല്ലെ. അതായത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാത്തത് നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അതിശയം കാണിക്കുന്നത് എക്സ്ക്ലമേഷൻ, ആ ഒരു അക്ഷരത്തിലൂടെയാണ് നമ്മളത് കാണിക്കുന്നത്. എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ ആ എക്സ്ക്ലമേഷനിലൂടെയാണത് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താ പറയാ, നമ്മൾ ചിലവരുടെയൊക്കെ വാക്കുകളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കോട്ടിങ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതും എന്ത് തന്നെയാണ്, ചിഹ്നങ്ങളിൽ വരുന്നതാണ്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴാണ് കൂടുതലായിട്ട് ചിഹ്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലും പറയുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും കൂടുതലായിട്ടും ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എക്സ്ക്ലമേഷൻ, അതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. എഴുതുമ്പോൾ ചോദ്യചിഹ്നം, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് വരാം, എക്സ്ക്ലമേഷൻ വരാം, അപ്പോസ്ട്രഫി വരാം, അതുപോലെ തന്നെ ഹൈഫൺ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സിമ്പലുകള് നമ്മൾ ലാംഗ്വേജ് എഴുതുമ്പോൾ വരാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ആക്ഷൻസ്, അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ വന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോ KG കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും അവർക്ക് ആക്ഷൻസ് ആണ് കാണിച്ചു കൊടുക്കുക അല്ലെ. ഇപ്പൊ ഒരു റൈംസ് അവരെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു സ്റ്റോറി പഠിപ്പിക്കുമ്പോഴോ കൂടുതലും ആക്ഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ ആ ഒരു സ്റ്റോറി പറഞ്ഞ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു പോയം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോ അതും എന്ത് തന്നെയാണ്, കുട്ടികളുമായിട്ട് ടീച്ചർ നടത്തുന്ന കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തരത്തിലാണ് എന്ത് കാണിക്കുന്നത്, ആക്ഷൻസ് ടീച്ചേഴ്സ് ഷോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ന്യൂസ് ഒക്കെ വെക്കുമ്പോൾ ന്യൂസ് റിപ്പോർട്ടർ, അതായത് ന്യൂസ് റീഡർ ഓരോ കാര്യങ്ങൾ വായിക്കുന്നുണ്ടാകും. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ്, ഒരാള് സൈഡിൽ നിന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്യുന്നവര്? ഒരാൾ വായിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരാള് നിന്ന് കുറെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഡെഫ് ആൻഡ് ഡം ആൾക്കാർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഈ എന്താ പറയാ, ഇതൊന്നും മനസ്സിലാവാത്ത ആളുകളുണ്ടല്ലോ, പറയുന്നത് മനസ്സിലാവാത്ത ആളുകളുണ്ട്. അവർക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നത്, അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതും എന്ത് തന്നെയാണ്, ആ ആള് എന്നവിടെ പറയുന്നത് എന്ത് തന്നെയാ, കമ്മ്യൂണിക്കേഷൻ ആണ്. അതും ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എല്ലാ സിമ്പിൾസിനും എന്തുണ്ട്, മീനിങ്സുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും അല്ലെ. അപ്പൊ അതറിയാം, അത് ചോദ്യമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ എല്ലാത്തരം, അതുപോലെ തന്നെ എക്സ്ക്ലമേഷൻ വരുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്തായാലും നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതും അറിയാൻ നമുക്ക് എന്ത് തന്നെയാണ്, എക്സ്ക്ലമേഷന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അപ്പൊ ഓരോ സിമ്പലിനും അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുകള് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്, ഇപ്പോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ ആയിട്ട് വന്നിട്ടുണ്ടാവും ഇല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ പതിയണമെങ്കിൽ കൃത്യമായിട്ട് അത് പിക്ചറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ അത് പതിയുന്നത്. ഓക്കെ, ഇപ്പൊ ടീച്ചർ വന്നിട്ട് ഒരു ചാപ്റ്റർ എടുക്കാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ സെല്ലിനെ കുറിച്ച് ഒരു ടീച്ചർ വന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ സെല്ല് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെല്ല് എന്ന് പറയുന്ന സംഭവം ടീച്ചർ എന്ത് ചെയ്യും, ഒരു ബോർഡിൽ അവിടെ വരച്ചു കാണിക്കും അല്ലെ. എന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡില് അതിന്റെ ചിത്രം തെളിഞ്ഞു വരിക ചെയ്യുന്നത്, അതിന്റെ പിക്ചർ തെളിഞ്ഞു വരിക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കൂടുതലായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ക്യാച്ച് ചെയ്യാനുമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, പഠിക്കുന്ന സമയത്ത്, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും പിക്ചേഴ്സിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്
ശ്രമിക്കുക. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ പറയാണ് ഇന്ന് ഇന്ന സബ്ജക്ട് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ എടുത്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് നോക്കുക. ദെൻ അവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് അവരുടെ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ എന്താ പറയാ സ്ലൈറ്റിലോ അല്ലെങ്കിൽ ചിലരുടെ വീട്ടില് വൈറ്റ് ബോർഡ് ഉണ്ടാകും, അതിനകത്ത് എന്ത് ചെയ്യാം, കുട്ടികളെ ആ പിക്ചർ ഒന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് തന്നെ വരച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുട്ടികളെ അതൊന്ന് കണക്ട് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിക്കോട്ടെ, അത് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങള് ഒരു ചാർട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, വരച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു പദസൂര്യനൊക്കെ വരയ്ക്കില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പദസൂര്യനൊക്കെ വരച്ച് പഠിച്ചിട്ടില്ലേ, അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ച്, അതായത് ടീച്ചേഴ്സ് പഠിപ്പിച്ച് വിട്ടിട്ടുള്ള അതേ രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എസ്സേ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിരിക്കാം, അതേ രീതിയിൽ എന്ത് ചെയ്യരുത്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കരുത്. അതവർക്ക് മൈൻഡിൽ അധികകാലം നിൽക്കില്ല. പകരം പോയിന്റ് വൈസ് ആയിട്ട് കുട്ടികളെ ഇത് ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ പിക്ചേഴ്സിന്റെ സഹായം കൊണ്ട് എന്ത് ചെയ്യുക, ഇത് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. അതും അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ പല പല പേനകള്, അതായത് ഇപ്പൊ റെഡ് കളറുള്ള പേനയുണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉള്ള പേനകൾ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഓക്കെ, കളർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആണ് അല്ലെ, എല്ലാ കളറുകളും വിസിബിൾ ആണ്. കൂടുതലും റെഡ് കളർ എന്ന് പറയുന്നത് ഈസി ആക്സസബിൾ ആണ്, നമുക്ക് എവിടെ നോക്കിയാലും റെഡ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്ന കളറില് അടയാളപ്പെടുത്തിയിരിക്കുന്ന വേർഡ്സ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിയുകയും അതൊരിക്കലും മറന്നു പോകാതെ ഇരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ അതായത് ചാർട്ടുകൾ ചെയ്യാറുണ്ട് അല്ലെ, ചാർട്ടുകൾ ചെയ്യാറുണ്ട്, പല പല ചാർട്ടുകളും മറ്റും. ഞാൻ നിങ്ങൾക്ക് ചാർട്ട് തന്നിട്ടില്ല അല്ലെ, ചാർട്ട് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്, അസൈൻമെന്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എന്താ ചാർട്ട് എന്തായിരുന്നു തന്നിരുന്നേ, അസൈൻമെന്റ് ആണോ തന്നിരുന്നേ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പറഞ്ഞിരുന്നു. എന്താ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ചാർട്ട് പറഞ്ഞിരുന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചാർട്ടാണല്ലോ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് നിങ്ങള് ഞാൻ പറയുന്ന കാര്യം അസൈൻമെന്റ് ആയിട്ട് ചെയ്യേണ്ട, ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് 1 തുടങ്ങി ഇതിനെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എന്തായാലും കൂടുതലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനായിട്ട്, അതായത് കൂടുതലും വർക്കുകൾ ചെയ്യാനുള്ള സമയമായി നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സ് ഒരു ചാർട്ടിൽ എഴുതാം. അതിനുശേഷം അത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തക്ക രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ആ നമ്പറുകളെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യാം. ഇപ്പോ 1 എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതിയിട്ട് അതിന് നേരെ തന്നെ ഒരു മാംഗോയുടെ പിക്ചർ വരയ്ക്കാം, ദെൻ അതിനെ കളർ കൊടുക്കാം. ഇനി 2 എന്ന് എഴുതിയിട്ട് അതിന് നേരെ 2 ആപ്പിളിന്റെ പിക്ചർ വരയ്ക്കാം, അതിന് കളർ കൊടുക്കാം. ഇനി 3 എന്ന് എഴുതിയിട്ട് അതിന് നേരെ 4 ബനാനയുടെ അല്ലെങ്കിൽ 3 ബനാനയുടെ പടം വരച്ചിട്ട് അതിനൊരു കളർ കൊടുക്കുക. അങ്ങനെ 10 വരെ എന്ത് ചെയ്യാ, ഒരു ചാർട്ടിൽ എഴുതി വെക്കുക. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെ സ്ക്വയർ ചാർട്ടും ഉണ്ട്. 1 തുടങ്ങി 10 വരെയുള്ള സ്ക്വയറുകൾ, അതായത് കുട്ടികളെ പഠിപ്പം 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, അങ്ങനെയുള്ള സ്ക്വയറുകൾ ഉണ്ടല്ലോ. അപ്പൊ 10 വരെയുള്ള സ്ക്വയറുകൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ സർക്കിളിന്റെ രൂപത്തിൽ, അതായത് സർക്കിൾ ഷേപ്പിൽ വരച്ചു വെക്കുക, അല്ലെങ്കിൽ ലൈൻ രൂപത്തിൽ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. അപ്പൊ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, ഒരു ലൈൻ മതി, അല്ലെങ്കിൽ അവിടെ ഒരു സർക്കിൾ മതി. ഓക്കെ, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, അപ്പൊ ഇവിടെ 4 സർക്കിൾ അല്ലെങ്കിൽ 4 ലൈൻ. ഇനി 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, അപ്പൊ അവിടെ 9 സർക്കിൾ അല്ലെങ്കിൽ 9 ലൈൻ വേണം. അങ്ങനെ 10 വരെയുള്ള സ്ക്വയറുകൾ എന്ത് ചെയ്യാം. സ്ക്വയറുകൾ പിന്നെ ചെയ്താൽ മതി. ആദ്യം നമ്പർ ചാർട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ.
ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കാണുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഇത്ര നമ്പർ ആണെന്ന് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. മാം ഞാനൊരു വീഡിയോ കണ്ടു. എന്റെ സ്കൂളിൽ ഇതുപോലെ കൊടുത്തിട്ട് മാം പറഞ്ഞില്ല, ഇപ്പൊ ഒരു ആപ്പിളിന്റെ പിക്ക് കൊടുത്തിട്ട് ബോക്സിനകത്ത് 1 അങ്ങനെ എഴുതുന്നതാണോ? ബോക്സിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നോക്കട്ടെ, കാണിച്ചിട്ട് ഷോ ചെയ്തേ. കാണുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ് മാം, വേണ്ട ഇതേപോലെ. ഓക്കെ ഓക്കെ. അതെ, കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്യാം. കാരണം ഈ ചാർട്ട് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിന്റെ നടുക്ക് നിൽക്കണം അല്ലെ, അല്ലെങ്കിൽ അറ്റത്ത് പോയി നിൽക്കണം. ബോർഡിൽ ഇത് പിൻ ചെയ്ത് വെക്കണം. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കണം. അകലെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് വിസിബിൾ ആവണം. അതുകൊണ്ട് ബുക്കിലല്ല എഴുതേണ്ടത്, ഒരു ചാർട്ട് മേടിക്കുക. ഒരു 7 രൂപയോ 8 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാർട്ട് കിട്ടില്ലേ, ആ ചാർട്ടിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ ക്രിയേറ്റീവ്ലി നമ്പർ ചാർട്ട് ആൻഡ് സ്ക്വയർ ചാർട്ട്. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്പർ ചാർട്ടും സ്ക്വയർ ചാർട്ടും പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്പർ ചാർട്ടാണ്, അതിനുശേഷം നിങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ട്, അതായത് മറ്റു വർക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതിനുശേഷം എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ചാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്ക്വയർ ചാർട്ട് 10 വരെ ചെയ്യണോ? 10 വരെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവാം, 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. 100 സർക്കിൾ അല്ലെങ്കിൽ 100 ലൈൻ ഇവിടെ തികയോന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ തികയ്ക്കാനായിട്ട് നോക്കണം. കാരണം 1 സ്ക്വയർ ഈസ് ഇക്വൽ ടു 1, 2 സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്ന് പറയുമ്പോൾ അതിങ്ങനെ പഠിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 100 സർക്കിൾ ടീച്ചർ അവിടെ വരച്ചിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ കുറച്ചൊന്ന് ചെറുതാക്കി വരച്ചാൽ മതി, അവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നമ്പർ ചാർട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടി വലുതാക്കി എന്ത് ചെയ്യേണ്ടത് കേട്ടോ. സ്ക്വയർ ചാർട്ട് വരുമ്പോ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ മാം, ഇത് ഒരു ചാർട്ടിന്റെ 2 പുറം ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു ചാർട്ടില് നമ്പർ ചാർട്ട് തികഞ്ഞില്ലെങ്കിൽ അപ്പുറത്തെ പേജ് എടുക്കാം. അതായത് പേസ്റ്റ് ഒന്നും ചെയ്യേണ്ട, അതായത് ആ ഒരു ചാർട്ടിൽ തന്നെ ബാലൻസ് വരുന്ന ആ ഒരു പേജും എടുത്തിട്ട് ചെയ്യാം. സ്ക്വയർ ചാർട്ട് ദെൻ വേറെ നിങ്ങൾ ചെയ്യേണ്ടവര്, സ്ക്വയർ ചാർട്ട് വേറെ ചെയ്യേണ്ടവര് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആയി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ ഈ ഒരു അറ്റൻഡൻസിന്റെ കാര്യം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. വേറെ, അതായത് ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആക്ടിവിറ്റി ആയിട്ടാണ് കേട്ടോ. ആക്ടിവിറ്റി ആക്ടിവിറ്റി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നില്ല, നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ, കയ്യിൽ വെച്ചാൽ മതി. സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യാം, പ്രശ്നമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, ഒരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ മതി, പ്രശ്നമില്ല. ഒരു സെപ്റ്റംബർ എന്താ പറയാ, ഒരു ഓണത്തിനൊക്കെ മുമ്പായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. നോക്കൂ, നിങ്ങൾ ടൈം നോക്ക്, ചിലപ്പോ കുറച്ച് അധികം സമയം വേണ്ടിവരും ചെയ്യാനായിട്ട്. കാരണം നല്ല രീതിയിൽ വരച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. വെക്കേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാമോ? വെക്കേഷൻ ആകുമ്പോ ചെയ്താൽ മതി, യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നത് ആദ്യം ചെയ്യാം, പിന്നീട് നമ്പർ ചാർട്ട് ചെയ്യാം, അതിനുശേഷം എന്ത് ചെയ്യാം, സ്ക്വയർ ചാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. അപ്പോ ഇത്തരം ടൈപ്പ് കാര്യങ്ങൾ, അതായത് ഇങ്ങനെ, അതായത് ആക്ഷൻസും അതുപോലെ തന്നെ സിമ്പിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആശയവിനിമയത്തിനായിട്ട് നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ടോട്ടലായിട്ട് പറയുവാണെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, then communication
and language. Communication and teaching are related, but teaching is more than mere communication. അതായത് കമ്മ്യൂണിക്കേഷനും അതുപോലെ ടീച്ചിങ് എന്ന് പറയുന്നതും റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ്. എന്നാൽ ടീച്ചിങ് എന്ന് പറയുന്നത് കേവലം കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെങ്കിലും അതിനു മേലെ എന്നിട്ട് അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ടീച്ചിങ് ആണ് അവിടെ നടത്തുന്നത്. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇപ്പോ രണ്ട് വ്യക്തികൾ തമ്മിൽ സാധാരണയായിട്ട് സംസാരിക്കുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരാം. ഓക്കെ, അവിടെ ടീച്ചിങ് നടക്കുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊഫഷണലി ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാണ് അല്ലെ, അപ്പോ അത് കമ്മ്യൂണിക്കേഷനേക്കാളും ഒരുപടി കൂടുതൽ നിൽക്കുന്നതാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് എന്ത് സാധ്യമാകുന്നത്, ടീച്ചിങ് സാധ്യമാകുന്നത്. ഓക്കെ, ദെൻ അടുത്തതൊരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഷാനൺ വീവർ മോഡൽസ് ആസ് ഫോളോസ്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇത് വിശദീകരിച്ചിരിക്കുന്നത് രണ്ട് വ്യക്തികളാണ് കേട്ടോ. ഷാനോൺ വീവർ എന്ന് പറയുന്നുണ്ട്, രണ്ടു പേരാണത്. ഒന്ന് ഷാനോൺ, രണ്ട് വീവർ എന്ന് പറയുന്ന ഒരാള്. ഓക്കെ, അവരാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന്റെ ഒരു ഗ്രാഫ് എന്താ പറയാ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങള് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതില് എപ്പോഴും കാണാറുള്ള ഒരു മോഡലാണെന്ത്, ഷാനോൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഇപ്പോ മാസ് കമ്മ്യൂണിക്കേഷൻ അതായത് ജേർണലിസം ഒക്കെ പഠിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പ്രത്യേക തന്നെ ഒരു പേപ്പറായിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ അതിനകത്തും എന്ത് ചെയ്യാറുണ്ട്, ഈ രണ്ട് വ്യക്തികളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിള് കുട്ടികൾ പഠിച്ചു പോകാറുണ്ട്. ഓക്കെ, അപ്പോ സിഇ ഷാനോൺ ആൻഡ് വാറൻ വീവർ, അതാണ് ഫുൾ നെയിംസ് കേട്ടോ ആ രണ്ട് വ്യക്തികളുടെ കേട്ടോ. സിഇ ഷാനോൺ ആൻഡ് വാറൻ വീവർ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു മാതൃകയുടെ ഷാനോൺ വീവർ മോഡലിന്റെ ഉപജ്ഞാതാക്കൾ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതായത് ചില ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടല്ലോ, തടസ്സങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ പറ്റിയാണ് കൂടുതലും ഈ ഒരു സൈക്കിളിൽ പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന നോയ്സസ് അല്ലെങ്കിൽ എന്താ പറയുക ഒബ്സ്റ്റാക്കിൾസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു സൈക്കിളിൽ പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത ഒരു സമയം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഈ ഒരു മാതൃക ഇവര് രണ്ടുപേരും കൂടി കണ്ടുപിടിച്ചത് കേട്ടോ. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്. ഓക്കെ, അമേരിക്കൻ ടെലിഫോൺ കമ്പനിക്ക് വേണ്ടിയാണ് ഈ ഒരു മോഡല് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് വേൾഡ് വാർ ഒക്കെ നടക്കുമ്പോൾ ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അന്നത്തെ സമയത്തൊക്കെ അല്ലെ. അതായത് ഇന്നത്തെ പോലുള്ള മൊബൈൽ ഫോണുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അന്നില്ല അല്ലെ. ആ ഒരു സമയം എന്ന് പറയുന്നത് 1939 ആ ഒരു സമയത്തൊക്കെയാണ് വേൾഡ് വാർ നടക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. ആ ഒരു സമയത്ത് യാതൊരുവിധ ഉപാധികളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതലും ടെലിഗ്രാഫ് അതുപോലെ തന്നെ പോസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് വാറിന്റെ ആ ഒരു ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷന്റെ പ്രസക്തി വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വന്ന ഒരു കാലത്താണ് ഈ ഒരു മാതൃക ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു അമേരിക്കൻ ടെലിഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ മോഡല് ആവിഷ്കരിക്കപ്പെട്ടത്. ഇതിലൂടെ ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് അതായത് ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു
സിസ്റ്റം ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിലൂടെ ഇവര് ലക്ഷ്യമിട്ടത് കേട്ടോ. ഓക്കെ, അതിനായിട്ട് ഇവരെന്താണ് ചെയ്തത്, അതായത് ഈ ഒരു മോഡൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. അതായത് പല പല ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ചാനൽ ഉണ്ട്, ഫീഡ്ബാക്ക്, റിസീവർ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഭാവനയൊന്ന് പറഞ്ഞേ മോളെ, എന്താണ് ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് മോൾക്ക് മനസ്സിലായത്? ഇതൊരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഗ്രാഫാണ്. അതിനകത്ത് സെൻഡർ ഉണ്ട്, ചാനൽ, മെസ്സേജ്, ഫീഡ്ബാക്ക് ആൻഡ് റിസീവർ. എന്താണ് പറയുന്നത് അവിടെ? സെൻഡർ ചാനൽ വഴി മെസ്സേജ് പോകുന്നു, അത് റിസീവറിലേക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഫീഡ്ബാക്ക് പിന്നെയും സെൻഡറിലേക്ക് പോകുന്നു. സെന്ററിലേക്ക് പോകുന്നു അല്ലെ? ഓക്കെ, സെന്റർ എന്ന് പറയുന്നത് ആരാണ് അവിടെ? സെന്റർ ആരാണ്? ആരാണ് സെന്റർ? സെന്റർ ആരാണ്? എന്താ മലയാളം മീനിങ്? സന്ദേശം അയക്കുന്ന ആളാണ്, അയക്കുന്നവനെയാണ് ആര് പറയാ? സെന്റർ എന്ന് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് മുൻകൈ എടുത്ത് വിളിക്കുന്നത്? നിങ്ങളാണ് ആദ്യം എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങള് അവിടെ ആരാണ്? ആരാ? സെന്റർ ആണ് അല്ലെ? ഇനി മെസ്സേജ്, മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? സന്ദേശം. നിങ്ങൾക്ക് എന്താണോ, ഇപ്പൊ മുബീനയാണ് എന്നെ ഫോൺ വിളിക്കുന്നതെങ്കിൽ മുബീനയ്ക്ക് എന്താണോ എന്നോട് പറയാനുള്ള ടോപ്പിക്, അതാണ് എന്ത്? മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. എന്താണോ മുബീനയ്ക്ക് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ചാനൽ. ചാനൽ എന്താണ്? അതെന്ത് ഇതാണ് യൂസ് ചെയ്യുന്നത്? മെസ്സേജ് സെൻഡ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുക? ഇപ്പൊ ഇന്നത്തെ ആവുമ്പോൾ ടെലിഫോൺ, അതല്ല അതിന് മുമ്പാണെങ്കിൽ ഇപ്പൊ ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, ചാനൽ എന്ന് പറഞ്ഞാല് അതായത് ഈ ഒരു മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, അതായത് തരംഗ രൂപത്തില് എന്ത് ചെയ്യണം? വിക്ഷേപണം ചെയ്യണം അല്ലെ? അതിനായിട്ടുള്ളൊരു മീഡിയ ആണ് എന്ത്? ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തുമാകാം. ഇപ്പൊ അത് ടെലിഫോൺ ആകാം, അല്ലെങ്കിൽ എന്താ പറയാ പലതരത്തിലുള്ള, ഇപ്പൊ എന്താ പറയാ പോസ്റ്റ് ആകാം. അങ്ങനെ പലതരത്തിലുള്ള മീഡിയയിലൂടെ എന്ത് ചെയ്യാം? ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മുബീനയും ഞാനുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് അല്ലെ? അപ്പൊ മുബീന എന്നെ വിളിച്ചത് മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പൊ അവിടെ ചാനൽ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആണ്. മറിച്ച് മുബീന മൊബൈൽ ഫോണിൽ തന്നെ വീഡിയോ കോളിലൂടെയാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ആ വീഡിയോ കോളിലൂടെ പല ആക്ഷൻസും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതും ഇതിന്റെ ഭാഗമായിട്ട് വരും കേട്ടോ. ഓക്കെ, ദെൻ റിസീവർ ആരാണ്? ഇവിടെ സെൻഡർ മുബീനയാണെങ്കിൽ റിസീവർ ആരായിട്ടാ വരിക? ഞാനാണ്. അതായത് ആർക്കാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതായത് ആരാണോ മെസ്സേജ് ഇവിടെ പിക്ക് ഔട്ട് ചെയ്യുന്നത്, അതായത് ഫോൺ എടുക്കുന്നത് ആരാണോ അദ്ദേഹമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാനാണ് ആര്? റിസീവർ ആയിട്ട് വരുന്നത്. എനിക്കാണ് അപ്പുറത്തുനിന്ന് സന്ദേശം വരുന്നത്, ഞാനത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്താണ്? അപ്പോ ഫീഡ്ബാക്ക് റിസീവർ നൽകുന്ന മറുപടി, അതിനുള്ള മറുപടി. റിസീവർ നൽകുന്ന മറുപടിയാണ് എന്ത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ആരുടെ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ? ആരുടെയാണ്? രണ്ടുപേരുടെ പേരൊന്ന് പറഞ്ഞേ. ആരൊക്കെയാ? ആരാണ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിള്? വീവർ അല്ലെ? ഓക്കെ, ഏത് സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്തത്? സെക്കൻഡ് വേൾഡ് വാർ. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? അമേരിക്കൻ ടെലിഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെയാണ് സന്ദേശങ്ങൾ, മെസ്സേജുകൾ അതായത് പാസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു. ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. മാധ്യമം, മീഡിയ മാറിയെന്ന് മാത്രം. ഓക്കെ, അന്ന് ടെലിഫോൺ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ ടെലിഗ്രാഫ് അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെയാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ആ സമയത്ത് സ്മാർട്ട് ഫോൺസ് ആണ് എന്ത് ചെയ്യുന്നത്?
യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതുമായിട്ട് സെയിം, അതായത് ഇതിന്റെ തന്നെ താഴെ ഒരു ഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ടു എക്സ്പ്ലെയിൻ ഹൗ മെനി കമ്മ്യൂണിക്കേഷൻ അക്യൂർസ് ബെർലോസ് മോഡൽ ആർ യൂസ്ഫുൾ അക്കോർഡിംഗ് ടു ബെർലോ, എനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻവോൾവ്സ് ദ ഫോളോവിങ് എലമെന്റ്സ്. ഇനി മറ്റൊരാളുടെ ഒരു ബെർലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മോഡലാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് ഷാനോൺ ആൻഡ് വീവറിന്റെ ആണ്. നെക്സ്റ്റ് ഉള്ളതാണ് ബെർലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ സൈക്കിൾ ഒന്ന് നിങ്ങൾ നോക്കിയേ. ക്ലിയർ ആവുന്നുണ്ടോ നോക്കൂ. ക്ലിയർ ആവുന്നുണ്ടോ? Yes. ഒന്ന് പറഞ്ഞു തന്നാലേ, ഒരാളൊന്ന് പറഞ്ഞേ. ആദ്യം സെന്റർ ആരാണ് ഇവിടെ സെന്റർ ആയിട്ട് വരുന്നത്? The person who sends the message. ഓക്കെ, അതായത് ആരാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ത് സെന്റർ ആയിട്ട് വരുന്നത്. ഇനി എൻകോഡിങ് എന്താണ്? എൻകോഡിങ് എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യുന്നത്? എന്തെങ്കിലും ലാംഗ്വേജ്, വാട്ട് സെറ്റ് ഓഫ് ലാംഗ്വേജ്, സിമ്പിൾ വഴിയാണോ അതോ കോഡ് ഉപയോഗിച്ചിട്ടാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത്? അതെ അതെ, എന്തെങ്കിലും കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടാണോ അവര് മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ചിലവര് സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലവര് ഈ കോഡുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു സന്ദേശം മറ്റൊരു വ്യക്തിക്ക് പാസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണെന്ത്? എൻകോഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ചാനൽ. ചാനൽ നേരത്തെ പറഞ്ഞാണല്ലേ. ചാനല് മീഡിയ എന്ന് പറയും നമ്മള്. ഓക്കെ, ഇനി അതിന്റെ താഴെ തന്നെ ഇത് മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? നോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ടറ്റത്തായിട്ട് എൻകോഡിങ്ങും ഉണ്ട് ഡീകോഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോയ്സ് എന്തായിരിക്കാം? നോയ്സ് എന്ന് പറയുന്നത് നോയ്സ് എന്താ? അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇന്ററപ്ഷൻ, അതായത് അതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളെയാണ് എന്ത് പറയുന്നത്? നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് അല്ലെ. അപ്പോ രണ്ടു മൂന്ന് പേര് എന്ത് ചെയ്യാണ്? ഇത് ശ്രദ്ധിക്കാതെ വെറുതെ കിടന്ന് എന്താ പറയാ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇത് ഓൺ ചെയ്യും, അതായത് അവരുടെ ഓഡിയോ ഓൺ ആവുകയോ വീട്ടിലുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്കത് എന്തായിട്ട് വരും? നോയ്സ് ആയിട്ട് വരും അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് വരും. ഓക്കെ, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ ഡീകോഡിങ് എന്താണ്? ഡീകോഡിങ് അടുത്തത് ഡീകോഡിങ് എന്താണ്? എൻകോഡിങ് നമ്മൾ പറഞ്ഞു ഒരു കോഡിലൂടെയോ അല്ലെങ്കിൽ സിമ്പിൾസിലൂടെയോ എന്ത് മനസ്സിലാക്കുന്നതാണ്? അതായത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് എൻകോഡിങ്. അപ്പൊ ഡീകോഡിങ് എന്തായിരിക്കാം? മനസ്സിലാക്കുന്നു. അതായത് എൻകോഡിങ്ങിലൂടെയുള്ള കാര്യങ്ങള് അതിന്റെ മീനിങ് മനസ്സിലാക്കുന്നതാണ് എന്ത്? ഡീകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെൻഡർ ചാനൽ വഴി റിസീവറിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ സെന്റർ തുടങ്ങിയിട്ട് ആ ഫീഡ്ബാക്ക് വരെ ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം.
വായിച്ചോ? ഓക്കെ, ജ്യോതി ഒന്ന് പറഞ്ഞ മോളെ, എന്താണ് അവിടെ പറയുന്നത്? എല്ലാരും ഒന്ന് പറയണം കേട്ടോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. സെൻഡർ, എൻകോഡ്, എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. മാം, ഞാന് ഈ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന്. അപ്പോ അതില് ഞാൻ എവിടെയോ വായിച്ചതാണ് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കില്. അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഞാൻ മെസ്സേജ് അത് ചെയ്യാം. ഒരു സെക്കൻഡ്. എവിടെയായിരുന്നു ഇത് എടുത്തത്, ക്ലാസ് എടുത്തത്? KMCT കോളേജില് കുറ്റിപ്പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ഷെയർ ചെയ്തോളൂ. ഞാനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് കിട്ടിയല്ലോ? മെസ്സേജ് കിട്ടി. ഐ വിഷ് യു വർ ഹിയർ. അപ്പോ ഇത് വന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്താന്ന്, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ശരിക്ക് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ കൂടി ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോ എന്താണ്, ഒരു ബിസിനസ് മാൻ, അയാളുടെ മീറ്റിംഗ് കാരണം അയാൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോണ്ടി വന്നു. ആൻഡ് ഹീസ് ന്യൂലി മാരീഡ്. അപ്പോ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ അയാൾ ബിസിനസ് വഴി മീറ്റിംഗ് ഉണ്ടാവുകൊണ്ട് വേറൊരു ഹിൽ സ്റ്റേഷനിലേക്ക് പോണ്ടി വന്നു. അപ്പൊ അവിടെ ഒരു നല്ലൊരു റിസോർട്ടിലാണ് അയാൾക്ക് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്, റിസോർട്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോ അയാൾ ഇങ്ങനെ വിശ്രമിക്കുമ്പോ ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് അയാൾക്ക് വൈഫും കൂടി അവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അയാളുടെ വൈഫിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അയാള് ഉടനെ ഫോൺ എടുത്തിട്ട്, അപ്പോ ഹിയർ ദ സെൻഡർ ഈസ് ദാറ്റ് ബിസിനസ് മാൻ. അപ്പോ അയാൾക്ക് വന്ന തോട്ടാണ് അയാള് ഫോണ് വഴി എൻകോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പൊ അയാൾ ഈ പ്രകാരമാണ് എഴുതാൻ വിചാരിച്ചത്. ഞാനിപ്പോ മെസ്സേജ് അയച്ചില്ലേ, ഐ വിഷ് യു വർ ഹിയർ. അപ്പോ അതാണ് അയാൾ ഉദ്ദേശിച്ചത്, അതാണ് എൻകോഡ്. അപ്പോ ആ മെസ്സേജ് അയാള് ത്രൂ ഫോൺ ചാനൽ, അതാണ് ചാനൽ, അതുവഴി പാസ് ചെയ്തപ്പോഴത്തേക്കും ഉടനെ റിപ്ലൈ വന്നു. അതാണ് ഡീകോഡ് ഫ്രം ഹിസ് വൈഫ്. ഹി ഗോട്ട് ദ റിപ്ലൈ. ഒരു ബ്രേക്കപ്പ് സിമ്പിൾ പോലെ അതാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ അയാള് പെട്ടെന്ന് എന്ത് പറ്റി, ഇതിപ്പോ ഞാൻ ഇങ്ങനെ അയച്ചപ്പോഴത്തേക്ക് ഉടനെ എനിക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആണല്ലോ, ഇങ്ങനത്തെ ഒരു ഇമോജി ആണല്ലോ കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിച്ചു. അതാണ് ഫീഡ്ബാക്ക് വന്നത്. അപ്പോ ശരിക്കും അയാൾ ഒന്നും കൂടി വായിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ എഴുതിയിരിക്കുന്നത് ഐ വിഷ് യു വർ ഹർ. അപ്പോ ഒരു മിസ്സായി പോയി. അപ്പോ ധൃതിയില് അയാള് ഐ വിഷ് യു വർ ഹിയർ എന്ന് അയക്കാന്റെ പകരം ഐ വിഷ് യു വർ ഹർ, HER എന്ന് മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ അതോടെ ഒരു സെന്റൻസ് കാരണം അവർക്കൊരു കോൺഫ്ലിക്റ്റ് വന്നു. അപ്പോ അത്രയ്ക്കും കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണതാണ് ആ ഒരു സെന്റൻസ്. എല്ലാവർക്കും മനസ്സിലായി ജ്യോതി പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തതാണ് കാണുന്നത്. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ജ്യോതി? ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ ഇനി പറയാനായിട്ട്? മാം, ഞാന് ഈ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, ഊട്ടിയിൽ ഇന്റർനാഷണൽ സ്കൂളിൽ. അപ്പൊ ആ സ്കൂളില് എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരാണ്. എല്ലാവരും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ എല്ലാവരും കുറെ പേര് അബ്രോഡ് നിന്ന് വന്നവരൊക്കെ ഉണ്ടായില്ല. അപ്പോ ആ സമയത്ത് പുതുതായിട്ട് വന്നൊരു ഞാൻ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല, ടീച്ചറിനെ ഇൻസൾട്ട് ചെയ്യണതല്ല, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ആ ടോപ്പിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ പറ്റിയോ നല്ല ബോധമുള്ള ആളാണെങ്കിൽ നമ്മൾ അവിടെ ചമ്മിപ്പോവും. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരു ടീച്ചറിന് ഉണ്ടായിട്ടുണ്ട്. ആ ടീച്ചറിനെ ഞാൻ ഇത് ചെയ്ത് കാണിക്കണതല്ല, പക്ഷെ ഞാൻ പറയാൻ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന്. അപ്പോ ഒരു ദിവസം ടീച്ചർ പുതുതായിട്ട് വന്ന ഒരു സാറാണ്.
സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന സാറാണ്. അയാൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയ്ക്ക് വശമില്ല. അപ്പൊ പുള്ളിക്കാരന് അന്ന് ക്ലാസ് നടക്കുമ്പോ ആ കോറിഡോർ വഴി പ്രിൻസിപ്പൽ പാസ് ചെയ്തിട്ട് പോയി. അപ്പോ പുള്ളിക്കാരന് കാണാം, കോറിഡോർ കാണാം, പക്ഷെ സ്റ്റുഡൻസിന് കാണാൻ പറ്റില്ല. സ്റ്റുഡൻസിന്റെ ബാക്ക് സൈഡിലാണ് കോറിഡോർ ഫേസിങ്. അപ്പൊ അയാൾക്ക് ഫേസിങ് ആണ് കോറിഡോർ ക്ലാസ് റൂമില്. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോ കുട്ടികളൊക്കെ ബഹളം വെക്കുമ്പോ അയാൾ പെട്ടെന്ന് പറഞ്ഞു ഇംഗ്ലീഷില്, ഓൾ ഓഫ് യു കീപ് ക്വയറ്റ്, അവർ പ്രിൻസിപ്പൽ ജസ്റ്റ് പാസ്ഡ് അവേ. അപ്പോ ആ ഒരു വേർഡ്, ആ ഒരു സെന്റൻസ് കേൾക്കുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കടന്ന് ചിരിക്കാൻ തുടങ്ങി. അതൊരു പാട്ടായി. എല്ലാ സ്റ്റുഡൻസും മറ്റേ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു സാറ്, മാം എന്നൊക്കെ പറഞ്ഞ് അതൊരു അത്രയ്ക്കൊരു ഇൻസൾട്ടിങ് പോലെ ആയി. പക്ഷെ നമ്മൾ അങ്ങനെ എടുത്തില്ല, അവരെ കറക്റ്റ് ചെയ്തു. സാറിന്റെ അല്ല, നമ്മൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മേ ബി അത് അറിയാതെ വന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത്രയ്ക്ക് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അത് അറിയുന്നവർക്ക് നമ്മുടെ വാല്യൂ പോകുന്ന പറയുക. ശരിയാണ്, വളരെ കറക്റ്റ് ആണ് കേട്ടോ പറയുന്ന കാര്യം. അതായത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ലാംഗ്വേജ് എന്താണോ യൂസ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പോവുക. അറിയില്ലെങ്കിൽ അതിന് അതായത് ചെയ്യാനായിട്ട് മുതിരരുത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് വേറെ ഇതായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് അയാൾ പറയുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നൽകുന്ന ആള് അങ്ങനെ തന്നെ ആ ഒരു തെറ്റ് പഠിച്ചു വെക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ടീച്ചേഴ്സ് ആശയവിനിമയം അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, അതായത് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം നിങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് കുട്ടികളും പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്താണ് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുക. അത് തന്നെ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുക കേട്ടോ. അപ്പോ കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ അതിന്റെ സെൻസോട് കൂടി തന്നെ എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടായോ ചാപ്റ്റർ? ഇഷ്ടായോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. Good night.